പഴുത്ത ചക്ക മിക്സിയിലിട്ട് നോക്കൂ. മിനിറ്റുകൾക്കുള്ളിൽ മാഷാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പഞ്ഞി പോലെയുള്ള അടിപൊളി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാൻ പറ്റും. അത്ര സിമ്പിളാണ്. കണ്ടല്ലോ അതിൻ്റെ ഉൾവശം പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇപ്പം ഞാനിതാ ഒരു കുഞ്ഞ് ചക്ക എടുത്തിട്ടുണ്ടോ. ഏത് ചക്ക വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം ഞാനിതാ ചക്കച്ചോളയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 10 എണ്ണം മതി കേട്ടോ. 10 ചുള എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ചിലയിടങ്ങളിലൊക്കെ ചക്ക കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ചിലയിടത്ത് പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്കയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ വൈറ്റമിൻസ് ആയാലും അതൊക്കെ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ചക്ക പഴുത്ത് തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. 10 ചക്കച്ചോളം എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മിക്സിക്ക് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോളും. ഈ ചക്കയുടെ പേരൊന്നും എനിക്കറിയില്ല. സംഭവം ചെറിയൊരു ചക്കയാണ് കേട്ടോ. നമ്മൾ തേയ് വാങ്ങി വെച്ചിട്ട് കായ്ച്ചിട്ടുണ്ടായതാണ്. അപ്പം അതിൻ്റെ ആ ചക്കയോട് കൂടിയിട്ട് കാണിക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വെട്ടലും മുറിക്കലും ഒരു പകുതിയോളം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴുള്ള പകുതിയിൽ നിന്ന് ഞാനിതാ റെഡിയാക്കുകയാണ്. ഇനി നമ്മളിതാ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ചക്ക. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കില്ല കേട്ടോ. അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ബൗളിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം നമുക്ക് 1/2 കപ്പേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആ ഒരു ചക്കയുടെ ആ ഒരു പേസ്റ്റ്. കണ്ടല്ലോ, നല്ല കളറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കുക. പാനിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെള്ളവും. ഇത് നമ്മളൊന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളെ കേക്ക് നല്ല ബ്രൗൺ കളറും നല്ലൊരു അടിപൊളി സ്മെല്ലോട് കൂടിയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും മിസ്സാക്കല്ലേ, ഇത് ചെയ്തെടുക്കണേ. ഇതൊന്ന് ഉരുകി വരുന്നോളം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലോട്ട് മാറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ഇതുപോലെ ആവും കേട്ടോ. നല്ല ബ്രൗൺ കളറാവും. ഈ ഒരു സമയത്ത് തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തീ വളരെ കുറച്ച് വെക്കുക. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്യാസിന് ഇത്തിരി തീ കൂടുതലാണ്, ഒറ്റ ലോല് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഓഫ് ചെയ്തത്. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ചൂടോട് കൂടിയിട്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഈ സ്റ്റെപ്പൊക്കെ ചെയ്യണേ. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ തുള്ളികളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിട്ട് നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര മതി കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഇത് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ബ്രൗൺ കളറും കിട്ടും. അപ്പം നല്ല ടേസ്റ്റുമാണ്. ഇനി അവിടെ ഏകദേശം കണ്ടല്ലോ ഒരു 1/4 കപ്പോളം മൈദാമാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കേട്ടോ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് 3 പ്രാവശ്യം നമുക്ക് ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചായക്ക് കുടിക്കുമല്ലോ ഗ്ലാസ്, ആ ഒരു ഗ്ലാസ്സിന് നിറച്ച് തന്നെ എടുത്തോളൂ കേട്ടോ. ഇത് ഏകദേശം ഇതൊരു വലിയ കപ്പാണ്. ഒരു 150 ഒക്കെ എടുത്താൽ മതി കേട്ടോ. 150 ഗ്രാമൊക്കെ എടുത്താൽ മതിയാവും. 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഉമ്മമാരൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്കാർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ബേക്കിംഗ് പൗഡർ ഇല്ല എന്നൊന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കണ്ട. നമ്മളിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തത്. അതേ പകരം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറും ചേർത്തിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കാം കേട്ടോ. എങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ബേക്കിംഗ് പൗഡർ ആകുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫ്ലവറിൻ്റെ പൗഡർ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. ഇനി നമ്മൾ 3 പ്രാവശ്യം അവിടെ
ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു 3 ഗ്രാമ്പു ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് ഒരു 2 കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. ഒപ്പം തന്നെ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിൻ്റെ ജാറിൽ. ഇതിന് ഓവനോ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സിയൊക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവില്ലേ. പിന്നെ സിമ്പിളാണിത് റെഡിയാക്കാനും. ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയുടെ കാരമൽ ഉണ്ടല്ലോ, നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റിന് ഇത് റെഡിയാക്കി വെച്ചാൽ മതി. ചില സമയം തണുത്ത് വരുമ്പോൾ കട്ട കുത്തി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആരും ടെൻഷൻ ആവേണ്ട. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചൂടാക്കി കൊടുക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. ഇതാ നമ്മൾ കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാരയും കൂടി അടിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കളർ കണ്ടല്ലോ, നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചക്കയുടെ പൾപ്പുണ്ടല്ലോ, 10ഓളം ചക്കച്ചോള മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി വെച്ചത് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സിൻ്റെ ജാറിലൊക്കെ ഉണ്ടെങ്കിൽ സ്പാച്ചുല സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തോളൂ കേട്ടോ, അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. ചക്കയുടെ പേസ്റ്റും ചേർത്തു. ഇനി രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മളെല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നവരായിരിക്കാം. അന്നൊക്കെ വ്യത്യസ്ത ടേസ്റ്റാണ് ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക്. ഇതൊന്നും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടൂല കേട്ടോ. നമ്മുടെ വീടുകളിൽ നമ്മൾ തന്നെ റെഡിയാക്കിയെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. പിന്നെ നമ്മൾ നേരത്തെ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ മിക്സാണ്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ അങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാകും. അതിനൊന്നും ടെൻഷൻ ആവേണ്ട. സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മൈദാമാവിൻ്റെ മിക്സും കൂടി ഇതിലോട്ട് ചേർക്കണം മുഴുവനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമുക്കിത് കറക്റ്റായിരുന്നു കേട്ടോ, കൂടുതൽ ടൈറ്റായിട്ട് വന്നിട്ടില്ല. മാവായാലും 2 കോഴിമുട്ട 1/4 കപ്പ് മൈദാമാവിലോട്ട് കറക്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും മൂലയിലൊന്നും പോയിരിക്കണ്ട. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട. വീണ്ടും റെഡിയാക്കി നോക്കുക. നമ്മളെ മക്കൾക്ക് ഇഷ്ടം ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം. മറ്റേതൊരു കേക്കൊക്കെ വാങ്ങണി എത്ര പൈസ കൊടുക്കണമല്ലേ, 600-700 രൂപയൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ വലിയൊരു ചിലവൊന്നുമില്ല. നമ്മുടെ വീടുകളിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് മിക്സി കുക്കറൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. നല്ല സൂപ്പറായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടി. നല്ല ബ്രൗൺ കളറായിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുമ്പോഴും നമ്മുടെ കേക്ക് നല്ല ബ്രൗൺ ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബദാമോ പിസ്തയോ കശുനട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു രുചി അത് വേറെയാണല്ലേ. ഞാനിവിടെ കുറച്ച് ബദാമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തത്. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് ബട്ടർ പേപ്പർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുക്കറിൽ അല്പം മൈദപ്പൊടി ഒന്ന് തട്ടിയെടുത്താലും മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നേരിട്ട് തന്നെ കുക്കറിലോട്ട് മൈദപ്പൊടി തട്ടിയെടുത്തിട്ട് ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൗളുള്ളത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചിട്ട് ഈ കുക്കറിലോട്ടൊന്ന് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടോ. ബബിൾസൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ. അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് ഒന്ന് ഉരി മാറ്റാം നമുക്ക്. ഒപ്പം തന്നെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഒന്ന് ചൂടാക്കാൻ വെക്കട്ടോ. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്യാസിൽ 2 അടുപ്പുണ്ടാവും. ഒന്ന് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവില്ലേ. അപ്പോൾ ചെറിയ അടുപ്പിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കട്ടോ. വലുതിലാവുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഏകദേശം ചുരുങ്ങിയത് ഒരു 30 മിനിറ്റ് ആണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടൈം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂപ്പിക്കോ കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക റെഡി ആയിട്ടുണ്ടോയെന്ന്. ഓരോ ഗ്യാസിനും കുക്കറിനൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ ചില മാറ്റങ്ങൾ. ചുരുങ്ങിയതൊരു 30 മിനിറ്റാണ്. 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ടായിരുന്നു.
ഞാനിത് അവിടെ ഒരു ടൂപ്പിക്കൊക്കെ വെച്ച് കുത്തി നോക്കിയിട്ടാ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. അതിൻ്റെ ഒരു കളറ് കണ്ടോ, അതിലേറെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി വീടിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത്രയും സ്മെല്ലാണ് ചക്കയുടെ. ഇനി ഒരു സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ആ ഒരു സൈഡൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം കയ്യിലോട്ടൊന്ന് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഈ കേക്ക് ഉണ്ടല്ലോ, ഇത് ചൂടാറിയിട്ടില്ല കേട്ടോ. ചൂടാറിയില്ല എന്ന് പറഞ്ഞാൽ കേക്ക് നമ്മളെ വീഡിയോ ഇതിനിപ്പോൾ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലൊക്കെ കഴിയുമ്പോൾ 4-4:30 കരുതിയിട്ട് ഞാൻ ആ ചൂടോട് കൂടിയിട്ട് തന്നെ സ്പാച്ചിൽ വെച്ച് തട്ടിയെടുത്തു കേട്ടോ. അതിൻ്റെ പേരിൽ സൈഡുകളിലൊക്കെ ചെറിയ പൊട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. മാഷാ അല്ലാ, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കേക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി. കേക്കിൻ്റെ ടിൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സാധാരണ ഒരു അലുമിനിയം ചെമ്പട്ടിയിൽ ഒരു തട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ നിറവിൽ ചുറ്റുപാത്രത്തിലാണെങ്കിൽ ചുറ്റുപാത്രത്തിൽ വെച്ച് കൊടുക്കുക. തട്ടിടണേ, അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ടിന്നാണെങ്കിൽ അങ്ങനെയും നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിത് പെട്ടെന്ന് കുക്കറിലാട്ടോ ചെയ്തെടുത്ത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോഴും ഇത് ആവി പോകുന്നതായിട്ട് കാണുന്നുണ്ടാവും. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറും തട്ടിയെടുത്താൽ മതി. എന്നെപ്പോലെ അർജൻറ്റ് കൂട്ടണ്ട കേട്ടോ. നമുക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് വിചാറിലാണ് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്, എന്താ സോഫ്റ്റ്, അതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാഷാഅല്ലാ, അവിടെ അടുത്തെങ്ങാനും ഇത്രയും ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. കേക്ക് അത്ര രുചിയുണ്ടായിരുന്നു. ചക്കക്ക് ഓൾറെഡി മധുരമുണ്ട്, പിന്നെ നമ്മൾ ചേർത്ത മധുരം എല്ലാം കൂടിയിട്ട് പാകമാണ് കേട്ടോ. കേക്കിൻ്റെ ഈ ഒരു സൈഡ് കണ്ടല്ലോ പൊട്ടിപ്പോന്ന്, വേറെ ഒന്നുമല്ല, അർജൻറ്റ് കൂടിയിട്ടാണ്. നമ്മൾ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. കണ്ടതിൻ്റെ സോഫ്റ്റ്നെസ്, ഞാൻ പതുക്കെ ഒന്ന് ഉൾവശം കണ്ടോ. 2 കോഴിമുട്ട മാത്രമേ ഈ ഒരു സോഫ്റ്റിന് വേണ്ടി നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഉൾവശമൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ കേട്ടോ. എന്താ സോഫ്റ്റ് എന്നാൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒരു പിച്ചിയാൽ മതി കേട്ടോ. കയ്യിലിങ്ങനെ പോരും, അത്രയും സോഫ്റ്റാണ്. അതിലുപരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വെക്കേഷൻ ടൈമാണ്, മക്കളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ വൈകുന്നേരമായി എന്താ ഇപ്പോൾ ചായക്കടി എന്ന് എഴുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ചക്കയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് പോകുന്നത് വേറല്ല, ചൂടോട് കൂടി എടുത്തുകൊണ്ടാണ്. ചൂടാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ് മാഷാഅല്ലാ. അപ്പോൾ എന്തായാലും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മറക്കല്ലേ. ഒപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വെക്കണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.